ഒരു പ്രതിയുടെ കല്യാണത്തിന് തലശ്ശേരി എം.എൽ.എ. ഷംസീർ പോകുന്നു, വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു പാർട്ടി എം.എൽ.എ. പോയിട്ട് ഈ കേസിൽ പ്രധാന പ്രതിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് പങ്കെടുക്കുക, കല്യാണം നടത്തി കൊടുക്കാനൊക്കെ മുൻകരുതൽ നിൽക്കുന്നത്. അതിലെന്താ തെറ്റ്? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. ഒരാളുടെ പേര് കുറ്റം ആരോപിച്ചിരിക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരുടെ വീടുകളിലൊന്നും ആരും പോയി കല്യാണം നടത്തി കൊടുക്കില്ലേ? രാഷ്ട്രീയ ശത്രുത വെച്ചുകൊണ്ട് ഒരാളും മറ്റൊരാളുടെ കല്യാണത്തിൽ പങ്കെടുക്കില്ലേ? ഷംസീർ ചെയ്തതിൽ എന്താ തെറ്റ്? നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ചില കേസ് പെട്ടിട്ടുണ്ടാവും. ആ വീട്ടിലുള്ളവർ മുഴുവൻ ആ കേസ് പെടുന്നവരാണോ? മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് നമ്മുടെ സാമൂഹ്യ രംഗത്ത് നിലനിൽക്കുന്ന ചില ജീവിത രീതികളും ശൈലികളും നടപടിക്രമങ്ങളുടെയും ഭാഗമായി വിവാഹം, മരണം സംഭവിച്ച രാഷ്ട്രീയം നോക്കിയിട്ടാണ് പോകാറ്. ഞങ്ങളെ അടിമുടി വെട്ടാനും കുത്താനും വന്നിരിക്കുന്നവർ അവരുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ പോകില്ലേ? ഇതാലോചിച്ച് മാറിയിരിക്കുമോ? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില രീതികളുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലുള്ളവർ കൊണ്ട് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ടൊന്നും ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങളിൽ മാറി നിൽക്കാറില്ല. വിവാഹത്തിന് പോകും, മരണത്തിൽ വീടുകളിൽ പോയി അനുശോചനം അറിയിക്കും, മറ്റ് എന്തെങ്കിലും അപകടമുണ്ടാകുമ്പോൾ അതിൽ സഹകരിച്ച് അവരെ സഹായിക്കും. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ മാനുഷികമായ പ്രശ്നം. ആ മാനുഷികതയ്ക്ക്, ആ മൂല്യത്തിന് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളെ ഏതു തരത്തിൽ ആക്രമിക്കാൻ വന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ മാനുഷികമായ കാര്യങ്ങളിൽ, ജീവകാരുണ്യപരമായ കാര്യങ്ങളിൽ എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നവരാണ്. കൊട്ടേഷൻ സംഘത്തിൻ്റെ സംഘമായിട്ട് ഷാഫി ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കൊട്ടേഷൻ സംഘമാണ്. അപ്പോൾ അതിലൊക്കെ പാർട്ടി ഒരു ജാഗ്രത കുറവ്, ഷംസീറിൻ്റെ ഭാഗത്ത് ഒരു ജാഗ്രത കുറവല്ലേ അതിലുണ്ടാകുന്നത്? ജാഗ്രത കുറവൊന്നും അതിലില്ല. നിങ്ങൾ ഒരാൾ കുറ്റമാരോപിച്ച് ജയിലിലുള്ളത് കൊണ്ട് അയാളുടെ കുടുംബത്തെ പൂർണ്ണമായും സാമൂഹ്യ ബഹിഷ്കരണം നടത്തണമെന്നാണോ? ഏത് സാമൂഹ്യ ബോധം അത്? ഒരാളൊരു കുറ്റം ചെയ്തെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. കുറ്റം ആരോപിച്ചാൽ ജയിലിലാണ്. ആ കുടുംബത്തെ സാമൂഹ്യമായി ബഹിഷ്കരിക്കണോ? അതാണോ നമ്മൾ ചെയ്യേണ്ടത്? ആ സാമൂഹ്യമായ ബഹിഷ്കരണമല്ല. ഇങ്ങനെ തെറ്റുപറ്റിയവരാണെങ്കിൽ പോലും അവരെ ഉപദേശിച്ച് മെച്ചപ്പെടുത്തിയെടുക്കണം. ഞാൻ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന അവസരത്തിൽ കളവ് കേസിൽപ്പെട്ട കുറേ ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ആ ജയിലിൽ വെച്ച് അവർക്ക് ഉപദേശം കൊടുക്കാറായിരുന്നു. അവരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കിയതാണ്. ഇന്ത്യയുടെ ചരിത്രം തന്നെ രാജ്നാരായണൻ, അതുപോലെ തന്നെ ജയപ്രകാശ്, ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് മാനസികമായ പരിവർത്തനമുണ്ടാക്കി അവർക്ക് ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുമാപ്പ് കൊടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുള്ള നേതാക്കളാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കൾ ഒട്ടനവധി പേരെ കാണാം. ചില സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നുണ്ടാവും. ആ തെറ്റ് മനസ്സിലാക്കി തെറ്റുതിരുത്തി മനുഷ്യനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അതിനെ പ്രേരിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ കോടതിയും ഇന്ത്യൻ നിയമവ്യവസ്ഥയും പറയുന്നത്. അതിൽ വ്യത്യസ്തരായിട്ടുള്ള ചില ജഡ്ജിമാരുണ്ടായേക്കാം. പക്ഷെ പൊതുവായി കാണുന്ന കാഴ്ചപ്പാട് അതാണ്. ഞാൻ പറയുന്നൊരു ഈ ഗാന്ധിജിയുടെ മകൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. ഗാന്ധിജിയുടെ മകൻ അങ്ങനെ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഗാന്ധിജിയുടെ കുടുംബത്തെ മുഴുവൻ ബഹിഷ്കരിക്കാൻ പറ്റുമോ? ഇത് സാഹചര്യങ്ങളിൽ ചിലർ കുറ്റം ചെയ്തിട്ടുണ്ടാവും. ആ കുടുംബത്തെ സാമൂഹ്യമായി ബഹിഷ്കരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ആ തെറ്റുകളിൽ നിന്ന് പ്രേരിപ്പിക്കാതെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് നാം നോക്കേണ്ടത്. അതാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത്. അതാണ് ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കൃത സമൂഹം.